അന്തരീക്ഷം. ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ വാതകങ്ങൾ, നീരാവി, പൊടിപടലങ്ങൾ എന്നിവയാണ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എയറോസോളുകൾ എന്നാണ്. വായുപിണ്ഡത്തിന്റെ 99% ഭൗമോപരിതലത്തിൽ നിന്നും 32 കിലോമീറ്ററുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുടെ വ്യതിയാനം രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ലംബതലത്തിൽ അന്തരീക്ഷത്തെ ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 0 മുതൽ 90 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗത്തെ ഹോമോസ്ഫിയർ എന്നറിയപ്പെടുന്നു. വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ഹോമോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ 4ആയി തരംതിരിക്കാം. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തത് സ്ട്രാറ്റോസ്ഫിയർ, മൂന്നാമത്തത് മീസോസ്ഫിയർ, നാലാമത്തത് തെർമോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗം ഹെട്രോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഹെട്രോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഹോമോസ്ഫിയറിനും ഹെട്രോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് കാർമൻ മേഖലയാണ്. ഹോമോസ്ഫിയറിനെയും ഹെട്രോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് കാർമൻ രേഖയാണ്.